all of you, and I believe that all of you are doing well. So I thank God for giving us once again to be at the presence of God and study the Word of God. So we are studying the mission of the church. സഭയുടെ ദൗത്യം, mission of the church. So far we looked at the introduction, the meaning, and the ecumenical movements, then mission history throughout the church. So today we are going to look into the mission and the Old Testament. Mission in the Old Testament. So when we see Jesus Christ constantly related himself in his message and in his mission that with the Old Testament. Whenever he preached, he always mentioned the Old Testament. He did not contradict or destroy the Old Testament, the law. But he modified, enriched, and expanded, and in many ways transformed and glorified the Old Testament. See, Jesus used the Old Testament. Jesus mentioned Old Testament in his preachings, and he did not contradict or destroy, but modified, enriched, expand, and in many ways transformed and glorified the Old Testament. യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശു പഴയ നിയമത്തെ പരാമർശിക്കുന്നത് നമുക്ക് കാണാം. താൻ ഒരിക്കലും പഴയ നിയമത്തെ ഉപേക്ഷിക്കുന്നില്ല, പഴയ നിയമത്തെ നള്ളിഫൈ ചെയ്യുന്നില്ല, മറിച്ച് അതിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യുക. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ലോ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യുന്നു. അത് മാത്രമല്ല, he added something. He given a new meaning of the law of Moses. മോശയുടെ പ്രമാണത്തിന് പുതിയ ഒരു അർത്ഥം യേശു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും മോശയുടെ പ്രമാണത്തെ ഇന്റർപ്രറ്റ് ചെയ്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക്. യേശു ക്ലെയിം ചെയ്തത്, he claimed to be the fulfillment of the Old Testament. He is the fulfillment of the Old Testament. യേശു തന്നെയാണ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണം, ഫുൾഫിൽമെന്റ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. In him the old economy culminated and came to a glorious conclusion. Thus, he did not set at naught the old order by abolishing it, but supersede it by fulfilling it. അതായത് പഴയ നിയമത്തെ ഒരിക്കലും യേശു നിഷേധിക്കുകയായിരുന്നില്ല. അതിൻ്റെ എല്ലാ പ്രമാണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവയെ നവീകരിക്കുന്ന ഒരു സമീപനം നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇത് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ മിഷനെ കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് നമുക്ക് നൽകുന്നത്. പഴയ നിയമത്തിലെ ദൈവം ഒരു മിഷണറി ഗോഡ്. God in the Old Testament is a missionary God. അതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട്
ന്യൂ ടെസ്റ്റമെന്റ് മിഷൻസ് പഠിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഒരുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിലാണ്. കാരണം ദൈവത്തിന്റെ മിഷന്റെ ഫുൾഫിൽമെന്റ് ആണ് ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ മിഷണറി തിയോളജി, മിഷൻ തിയോളജി പഠിക്കാതെ മനസ്സിലാക്കാതെ നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിന്റെ ആ വ്യൂവിലേക്ക് കടന്നു വരുവാൻ പലപ്പോഴും കഴിയത്തില്ല. സോ there are 3 questions stand out for which we shall want to answer. 3 ചോദ്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിന്റെ മിഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, does the Old Testament have a missionary message? പുതിയ നിയമത്തിൽ of course we have a missionary message, that is gospel, reaching the people, calling all the people to come to Christ and come to the saving knowledge of Jesus Christ. But what about the Old Testament? Does it has a missionary message? അങ്ങനെ ഒരു മിഷണറി മെസ്സേജ് പഴയ നിയമത്തിന് ഉണ്ടെങ്കിൽ for whom is its message important? അത് ആർക്ക് വേണ്ടിയുള്ള മെസ്സേജ് ആയിരുന്നു? ആർക്കാണ് അത് പ്രാധാന്യമുള്ളത്? Is it just for the Jewish people and for the age in which it was written? പഴയ നിയമത്തിന്റെ സന്ദേശം, പ്രത്യേകിച്ചും മിഷണറി മെസ്സേജ്, was it only for a Jewish people? യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നോ? അത് മാത്രമല്ല, അത് എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ആയിരുന്നു. അത് മറ്റ് കാലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും കൂടെ ഉള്ളതായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. സോ പഴയ നിയമം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വളരെ കാലഘട്ടം കൊണ്ട് എഴുതപ്പെട്ടതാണ്. അത് ഒറിജിനേറ്റ് ചെയ്തത് ജൂവിഷ് ബാക്ക്ഗ്രൗണ്ടിലാണ്. പലപ്പോഴും അതിന്റെ മെസ്സേജ് നമ്മൾ നോക്കുമ്പോൾ അത് യഹൂദയോടോ ഇസ്രായേലിനോടോ ഒക്കെയുള്ള മെസ്സേജാണ്. അപ്പോൾ അതിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് അല്ല. Does its message have a vital significance for other ages? Does it relevant to us today? നമുക്കിന്നതൊരു ആവശ്യമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? നമുക്ക് ഇവിടെ വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നാം പഴയ നിയമ മിഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിഫറെന്റ് കൾച്ചേഴ്സിൽ ജീവിക്കുന്ന ആളുകൾ, വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ജപ്പാനിൽ ജീവിക്കുന്നവരുണ്ട്, ആഫ്രിക്കയിൽ ജീവിക്കുന്നവരുണ്ട്, കൊറിയയിൽ ജീവിക്കുന്നവരുണ്ട്, ഇന്ത്യക്കാരുണ്ട്. സോ അവർക്കൊക്കെ അത് വളരെ റെലവൻ്റ് ആണോ? അവരോടുകൂടിയുള്ള മെസ്സേജ് ആണോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ is, does the Old Testament show a missionary purpose? ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു മിഷൻ പർപ്പസ് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മിഷൻ പർപ്പസിലൂടെ ദൈവത്തിന്റെ ഇന്റൻഷൻ, does it show that
it was God's intention to have its message known among other people besides the Jews. യഹൂദന്മാരല്ലാത്തവർക്കും കൂടെ ഈ സന്ദേശം അവരെയും കൂടെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുമോ? ഓൾഡ് ടെസ്റ്റമെന്റിൽ അങ്ങനെ ഒരു പർപ്പസ് നമുക്ക് കാണുവാൻ കഴിയുമോ? അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് ഈസി ടു ഷോ ദ ഇന്റന്റ്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ദൈവം കൊടുത്തിരിക്കുന്ന മിഷൻസ് അതിൻ്റെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പർപ്പസ് എന്തായിരുന്നു? His ultimate purpose may be in any specific case, but we shall see if he has given us in the Old Testament any revelation of a purpose that we could call distinctly missionary. ഇവിടെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ആർക്ക് വേണ്ടിയായിരുന്നു, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചിന്തിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഡസ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് റിവീൽ എനി മിഷണറി ആക്ടിവിറ്റി? ഏതെങ്കിലും മിഷണറി ആക്ടിവിറ്റീസ് നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം. യേശുവിന്റെ ശുശ്രൂഷയിൽ, അപ്പോസ്തലിക ശുശ്രൂഷയിൽ ഒക്കെ we see all kinds of missionary activities. Then what about the Old Testament? Does it reveal any missionary activity? അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ദൈവത്തിന്റെ വചനം ദൈവം കൊടുത്തത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നുവോ? അവിടെ ഒരു മിഷണറി ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? അവിടുത്തെ മിഷൻസിന്റെ, പഴയ നിയമത്തിലെ മിഷൻസിന്റെ ദർശനം അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതിന്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് Old Testament is the background of the New Testament missions, or New Testament is the continuation of the Old Testament missions. ദൈവത്തിന്റെ മിഷന്റെ കണ്ടിന്യൂഷൻ ആണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അതിന്റെ ഒറിജിനും അതിന്റെ ദർശനവും അതിന്റെ മെസ്സേജും അതിന്റെ വിഷനും അതിന്റെ പർപ്പസും എല്ലാം നമുക്ക് എവിടെ കാണാം? ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുവാൻ കഴിയും. എവിടെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു മിഷണറി മെസ്സേജ് നമുക്ക് കാണുവാൻ കഴിയും? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ where we see the origin of everything. അവിടെ നമുക്ക് മിഷൻസിന്റെ ഒറിജിനും നമുക്ക് കാണുവാൻ കഴിയും. മിഷൻസിന്റെ ഒറിജിൻ, മിഷൻസ് എന്താണ്? മിഷൻസ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പർപ്പസിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയുള്ള പ്രോസസ്സാണ്. ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് മിഷൻസ്. മിഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അത് എന്താണ്? മിറ്റോ, സെൻഡിങ് ഔട്ട്, കമ്മീഷനിങ്. ആ പദം തന്നെയാണ് അപ്പോസ്റ്റൽ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
സോ അങ്ങനെ ഒരു മിഷണറി ഗോഡിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുമോ? പഴയ നിയമത്തിൽ എന്താണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയും? ഒന്നാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ഒരു കാര്യം. പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ഓർ ഫസ്റ്റ് ഫോം ഓഫ് ദി ഗോസ്പൽ. ഇവാഞ്ചലിസത്തിന്റെ ഗോസ്പലിന്റെ പ്രഥമവും പ്രാഥമികവും ആയ ഒരു രൂപത്തെയാണ് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ പ്രോട്ടോ ഇവാഞ്ചലിയം എവിടെയാണ് നമ്മൾ കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദ റെക്കോർഡ് ഓഫ് ദി ക്രിയേഷനാണ്. ആദമിനെ ഹവ്വയും ദൈവം സൃഷ്ടിക്കുന്നു, ഹ്യൂമൻ റൈസിന്റെ ഒറിജിൻ ഉണ്ടാകുന്നു. അപ്പം അതിനുശേഷം അവിടെ പാപത്തിന്റെ പ്രവേശനം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും ശാപവും ദൈവം പ്രഖ്യാപിക്കുന്നു. അപ്പം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ് പ്രോട്ടോ ഇവാഞ്ചലിയൻ എന്ന് പറയുന്ന ആദ്യത്തെ മിഷൻ മെസ്സേജ്, മിഷനെ കുറിച്ചുള്ള വിഷൻ, അതിന്റെ പ്രോമിസ്, ഇതെല്ലാം നമുക്ക് 3:15 3:15 ജെനീസസ് 3:15 ഇവിടെ നാം വായിക്കുന്നത്, and I will put enmity between you and the woman, and between your offspring and hers. He will crush your head, and you will strike his heel. ഇത് സാത്താനോട് പറയുന്ന കാര്യമാണ്, സർപ്പത്തോട് പറയുന്ന, പാപിനോട് പറയുന്ന കാര്യമാണ്. കർത്താവ് അവിടെ പറയുമ്പോൾ പറയുന്നു, ഐ വിൽ പുട്ട് എനിമിറ്റി ബിറ്റ്വീൻ യു ആൻഡ് ദി വുമൺ. ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ആൻഡ് ബിറ്റ്വീൻ യുവർ ഓഫറിംഗ് ആൻഡ് ഹേർസ്. നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും. ഹി വിൽ ക്രഷ് യുവർ ഹെഡ് ആൻഡ് യു വിൽ സ്ട്രൈക്ക് ഹിസ് ഹീൽ. അവിടെ കാണാൻ കഴിയുന്നത് സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് വുമൻ എന്നുള്ള ഒരു പ്രയോഗം. അത് നമുക്ക് ബുക്ക് ഓഫ് ഗലേഷ്യൻസിലേക്ക് വരുമ്പോൾ ഈ സീഡ് ഓഫ് വുമൻ എന്ന് പറയുന്നത് ജീസസ് കെയിം ആസ് ദ സീഡ് ഓഫ് വുമൻ അണ്ടർ ദി കവനന്റ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുവാൻ കഴിയും. അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഒരു മെസ്സിയാനിക് പ്രോമിസ് ആണ് ദൈവം പ്രഖ്യാപിക്കുന്നത്. ആ മെസ്സിഹായും സാത്താനും തമ്മിലുള്ള സംഘർഷത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനം ഹി വിൽ ക്രഷ് യുവർ ഹെഡ് ആൻഡ് യു വിൽ സ്ട്രൈക്ക് ഹിസ് ഹീൽ. അപ്പോൾ സാത്താന്റെ തലയെ തകർക്കുന്ന ഒരു സ്ത്രീയുടെ സന്തതിയെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും സാത്താൻ അവൻ കർത്താവിന്റെ കുതികാൽ തകർക്കുകയും ചെയ്തു. കഷ്ടാനുഭവങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. പക്ഷേ ക്രൂശിലെ മരണം കൊണ്ട് എന്താണ് സാധിച്ചത്? ക്രൂശിലെ മരണം കൊണ്ട് ഹി ക്രഷ്ഡ് ദി ഹെഡ് ഓഫ് സൈറ്റൻ. സാത്താന്റെ എല്ലാ പദ്ധതികളെയും ക്രൂശിൽ വെച്ച് കർത്താവ് പരാജയപ്പെടുത്തുകയും തകർക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
സോ ഈ ഭാഗത്ത് ദ പ്രോമിസ് വാസ് ഗിവൺ ടു ദ എൻറ്റയർ ഹ്യൂമൻ റൈസ്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ആ ഒരു പ്രോമിസിൽ ഗോഡ് പ്രോമിസ്ഡ് എ സേവിയർ ടു ദ എൻറ്റയർ ഹ്യൂമൻ റൈസ്. ദൈവം യഹൂദിന് വേണ്ടിയല്ല, മറിച്ച് സകല മാനവജാതിക്കും വേണ്ടി ഒരു രക്ഷകനെ പ്രോമിസ് ചെയ്യുന്നു. അതാണ് 3:15 നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ ബിബ്ലിക്കലി ഒരു യൂണിവേഴ്സാലിറ്റി നമുക്ക് കാണാം. സാൽവേഷന്റെ യൂണിവേഴ്സാലിറ്റി. എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ രക്ഷ ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയെക്കുറിച്ചാണ്. അന്ന് ഇസ്രായേൽ ജനം ഉളവായിട്ടില്ല, അബ്രഹാമിന്റെ വിളി ഉണ്ടായിട്ടില്ല. അതിനൊക്കെ മുമ്പാണ് ഈ പ്രോട്ടോ ഇവാഞ്ചലിയൻ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മെസ്സേജ് യഹൂദിന് വേണ്ടി മാത്രമല്ല, its intention was to reach the entire human race. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശമായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. The promise holds as much hope for China, India, the Negro or American Indian as it holds the Israel or present day Europe. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളെ അവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത് കാണുന്നു. അവിടെ എല്ലാ റേസിനെയും, എല്ലാ ലാംഗ്വേജ് ഗ്രൂപ്പിനെയും, എല്ലാ ട്രൈബ്സിനെയും ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. സോ ഇറ്റ് ഈസ് racial scope must not be outlooked. For only as Christ becomes the savior of the total human race in Genesis 3:15 really fulfilled. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വന്നതോടുകൂടി, കർത്താവ് എത്തിയതോടുകൂടി ഈ 3:15 ജെനീസിസ് 3:15 അവിടെ ഫുൾഫില്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ. 3:15 പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു 6 കാര്യങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. പ്രോട്ടോ ഇവാഞ്ചലിയോനിൽ നമുക്ക് 6 കാര്യങ്ങൾ കാണുവാൻ കഴിയും. സാൽവേഷൻ ഈസ് ഗോഡ് wrought, God formed, God created. Thus it is certain and full of grace. Salvation's source, God is its source, God is its originator, God himself is the initiator and its producer. രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സങ്കീർത്തനങ്ങളിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ രക്ഷയുടെ ഉറവിടം ദൈവമാണ്, രക്ഷയുടെ പ്രാരംഭകൻ ദൈവമാണ്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ദൈവമാണ്. അതുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ രക്ഷയാണ്. സാൽവേഷൻ ഈസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രക്ഷയാണ് എന്ന് പഴയ നിയമത്തെ പഠിപ്പിക്കുന്നു. He is the mankind's hope, only hope. മാനവജാതിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിങ്കിലുള്ള രക്ഷയാണ്. അതുകൊണ്ട് ദൈവത്തിങ്കിൽ നിന്നാണ് എന്ത് വരുന്നത്? രക്ഷ വരുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ മോഡേൺ ഹ്യൂമനിസത്തിന്റെ ഒരു ബദലായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. മനുഷ്യൻ തന്നെയാണ് അവന്റെ രക്ഷകൻ എന്ന് ബുദ്ധിസമൊക്കെ പഠിപ്പിച്ചു. ആധുനിക ശാസ്ത്രത്തിന് ദൈവത്തെ ആവശ്യമില്ല. മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പല ആളുകളും ഇന്ന് ധരിക്കുന്നത്.
മനുഷ്യൻ അവന്റെ പ്രയത്നം കൊണ്ടാണ് നാഗരികതകൾ ഉണ്ടാക്കുകയും വികസനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതെന്ന് മനുഷ്യൻ പഠിപ്പിക്കുന്നു. എന്നാൽ ദിസ് റെഫ്യൂട്ട്സ് ദിസ് Old Testament mission, Old Testament concept of salvation refutes humanism, the self-redemption of man. ബുദ്ധിസം പഠിപ്പിക്കുന്നത് മനുഷ്യന് ദൈവത്തെ ആവശ്യമില്ല, ദൈവത്തെക്കുറിച്ച് പറയുന്നില്ല. ഹിന്ദുയിസം പഠിപ്പിക്കുന്നത് അവൻ തന്നെ ദൈവമായി തീരുന്ന അവസ്ഥയാണ് അവസാനത്തെ മോക്ഷം എന്ന് പറയും. അവൻ തന്നെ ദൈവമായി തീരുന്നു, സെൽഫ് റിയലൈസേഷൻ. അതാണ് സാൽവേഷൻ എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഹ്യൂമനിസത്തെയും സെൽഫ് റിഡംഷൻ കോൺസെപ്റ്റിനെയും എല്ലാം ഈ ഒരു ആശയം രക്ഷ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ ആണ് അതിന്റെ ഓദർ, ദൈവമാണ് അതിന്റെ ഒറിജിനേറ്റർ എന്നുള്ള ആ ഒരു വസ്തുത നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ സാൽവേഷൻ ഈസ് ഓഫ് ഗോഡ്. അതാണ് ഈ 3:15 നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ പ്രോട്ടോ ഇവാഞ്ചലിൻ നൽകുന്ന ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, സാൽവേഷൻ വിൽ ഡിസ്ട്രോയ് Satan, the enemy of mankind. മാനവജാതിയുടെ ശത്രുവായി നിൽക്കുന്ന, പ്രതിയോഗിയായി നിൽക്കുന്ന, എനിമിയായി നിൽക്കുന്ന സാത്താനെ ദൈവത്തിന്റെ രക്ഷ ഇല്ലാതെയാക്കി തീർക്കും. ദൈവത്തിന്റെ രക്ഷ സാത്താനെ നശിപ്പിച്ചു കളയും. Thus, evil is not permanent scourge of mankind and this world. So salvation is eternal. നിത്യമായ രക്ഷയാണ്. പക്ഷേ സാത്താനും സാത്താന്റെ പവേഴ്സും എറ്റേണൽ അല്ല. That is not permanent. The evil is not permanent. That will be destroyed by the coming of Messiah, the promised one, seed of woman. അതാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. അവൻ നിന്റെ തലയെ തകർക്കും. അപ്പൊ എന്നേക്കുമായി തിന്മയെയും സാത്താനെയും ഈവിളിനെയും ഇല്ലാതെയാകുന്ന ഒരു അനുഭവം രക്ഷയുടെ പൂർത്തീകരണത്തോടുകൂടി സംഭവിക്കും. When the salvation is in fulfillment, the evil will be destroyed. Satan will be defeated. അതാണ് നമ്മളിവിടെ ആത്യന്തികമായിട്ട് at the end, God and good will eventually triumph. ദൈവത്തിനാണ് ആത്യന്തികമായ വിജയം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സകല തിന്മകളുടെയും മേൽ ക്രിസ്തു ജയം പ്രാപിക്കുകയും ക്രിസ്തു ജയാളിയായി രാജാവായി വരികയും സാത്താനെയും സർപ്പത്തെയും ശിക്ഷിച്ച് അഗ്നി നരകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, evil is not permanent. Salvation will destroy Satan, darkness, enmity, and all kinds of evil things. Third point, salvation will affect mankind as a whole. പ്രോട്ടോ ഇവാഞ്ചലിയൻ ഉദ്ദേശിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന സാൽവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ എഫക്ട് ഓൾ ദ മാൻകൈൻഡ്, എല്ലാ മാനവജാതിയെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിന്റെ രക്ഷ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇറ്റ്സ് ബോർഡർ than only the individual or a nation. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതോ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളതോ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതോ അല്ല ദൈവത്തിന്റെ രക്ഷ എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കും. So this contradicts, this refutes the theory of narrow particularism in election and atonement. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവത്തിന്റെ
പാപപരിഹാര പ്രക്രിയയിലുമുള്ള പർട്ടിക്കുലറിസം. അതായത് ഒരു പ്രത്യേക ആളിന് വേണ്ടിയാണ്, ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ രക്ഷ എന്നുള്ള ആ ഒരു ആശയത്തെ ഇത് നിഷേധിക്കുന്നു. Salvation will reach the whole nation and eventually all the race. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട പഴയ നിയമ മിഷൻ ദർശനമാണ്, വീക്ഷണമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാലാമത്തെ കാര്യം, സാൽവേഷൻ വിൽ കം ത്രൂ എ മീഡിയേറ്റർ ഹു ഇൻ ആൻ ഓർഗാനിക് വേ ഈസ് റിലേറ്റഡ് ടു മാൻകൈൻഡ്. മാനവജാതിയുമായി ബന്ധമുള്ള, മനുഷ്യനായി വരുന്ന, മനുഷ്യബന്ധമുള്ള ഒരു മീഡിയേറ്റർ, ഒരു ഏക മധ്യസ്ഥൻ ഈ രക്ഷയ്ക്ക് കാരണമാകുന്നു. മെശിഹായെ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ, സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തു വരും എന്ന് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു മനുഷ്യബന്ധമുള്ള, മനുഷ്യ രൂപം എടുക്കുന്ന, സ്ത്രീയുടെ സന്തതിയായി വരുന്ന ഒരു മീഡിയേറ്റർ, അവനാണ് സാത്താന്റെ തലയെ തകർക്കുവാനായിട്ട് വരുന്നത്. He is of the seed of the woman. ആ ഒരു പാസേജ് പുതിയ നിയമത്തിൽ ഉദ്ധരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ഉദ്ധരിക്കുമ്പോൾ അതിനെ ക്രൈസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം സീഡ് ഓഫ് വുമൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് തന്നെ ആണ്. ക്രൈസ്റ്റ് ആണ് റിഡീമർ. ക്രൈസ്റ്റ് ആരായിട്ട് വരുന്നു? മനുഷ്യരൂപത്തിൽ വരുന്നു, മനുഷ്യനായി വരുന്നു. അപ്പോൾ അവിടെ ഒരു ഏക മീഡിയേറ്ററെ നമുക്ക് കാണുവാൻ കഴിയും. അഞ്ചാമതായി, സാൽവേഷൻ ഈസ് ബൗണ്ട് അപ്പ് വിത്ത് ദി സഫറിംഗ് ഓഫ് ദി റിഡീമർ. ദി എനിമി ഷാൽ ബ്രൂയിസ് ഹിസ് ഹീൽ. അവൻ നിന്റെ കുതികാൽ തകർക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, സാൽവേഷൻ ലഭിക്കുന്നത് ഒരു സഫറിങ്ങിലൂടെയാണ്. സാൽവേഷൻ ലഭിക്കുന്നത് ഒരു പീഡാനുഭവത്തിലൂടെയാണ്, കഷ്ടാനുഭവങ്ങളിലൂടെയാണ്. അപ്പൊ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളാൽ അവൻ തികഞ്ഞവനായി തീർന്നു. ക്രൂശിൽ മരിക്കുന്നത് വരെയുള്ള അനുഭവങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യനും സഹിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ മശിഹ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. The salvation is bound up with the suffering of the Redeemer. The enemy shall bruise his heel. അതാണ് നമുക്ക് അഞ്ചാമതായി അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അവസാനത്തേതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സാൽവേഷൻ വിൽ ബി എക്സ്പീരിയൻസ്ഡ് വിത്തിൻ ഹിസ്റ്ററി ആസ് ദ fall is a part of history. മനുഷ്യന്റെ വീഴ്ച ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നതുപോലെ തന്നെ സാൽവേഷൻ വിൽ ബി എക്സ്പീരിയൻസ്ഡ് വിത്തിൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ സാൽവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറ്റ് ഈസ് ആസ് റിയൽ ആസ് ദ fall is real and as present as the fall is present. പാപം യാഥാർത്ഥ്യമാണ്, എപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ രക്ഷയും നമ്മുടെ സമീപത്ത് നിൽക്കുന്നു. അതുകൊണ്ട് സാൽവേഷൻ എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിൽ പ്രോമിസ് ചെയ്യപ്പെടുകയാണ്, സകല മാനവജാതിക്കും വേണ്ടി പ്രോമിസ് ചെയ്യപ്പെടുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മാൻകൈൻഡ് ഇൻ പ്രോമിസ്, പ്രൊവിഷൻ, പർപ്പസ് ആൻഡ് പൊട്ടൻഷ്യൽ. സോ അതിനകത്ത് ഒരു പ്രോമിസ് ഉണ്ട്, ഒരു പ്രൊവിഷൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവത്തിന്റെ ഇമേജിലാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. സോ fall of man caused
its contamination or breaking. So God's intention is to recall the image of man. മനുഷ്യന്റെ ദൈവസ്വരൂപത്തെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. The universality of the proto-evangelium is basic to Old Testament revelation. പഴയ നിയമ വെളിപ്പാടുകളുടെ അടിസ്ഥാനപരമായ കാര്യമാണ് യൂണിവേഴ്സാലിറ്റി ഓഫ് ദി സാൽവേഷൻ. അത് രക്ഷാശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പം ഈ 6 കാര്യങ്ങളാണ് പ്രോട്ടോ ഇവാഞ്ചലിയനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ ഒന്നാമത്തെ കോൺസെപ്റ്റ് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന കാര്യമാണ്. നോഹയുടെ കവനന്റ്, ഇൻ ദി കവനന്റ് വിത്ത് നോവ, this universality is continued in that covenant. നോഹയുടെ കാലഘട്ടമായപ്പോഴത്തേക്കും ദൈവം പ്രളയം അയക്കുന്നു, നോഹയെ ദൈവം രക്ഷിക്കുന്നു. ആ സംഭവങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നു. അപ്പൊ നോഹയുടെ സംഭവത്തിൽ ദൈവം ഈ യൂണിവേഴ്സാലിറ്റിയെ കണ്ടിന്യൂ ചെയ്യുന്നു. ആ കവനന്റ് എങ്ങനെയായിരുന്നു? വി കനോട്ട് ഓവർ എംഫസിസ് the fact that God entered into a covenant with Noah and his sons. It is not merely Noah alone, but or Noah or Shem. It definitely includes Japheth and Ham also. നോഹയുടെ ഒരു മകനുമായിട്ടുള്ള അല്ലെ ഒരു മകനുമായിട്ടുള്ള ഒരു ഉടമ്പടിയല്ല, മറിച്ച് നോഹയിൽ കൂടെ ഉണ്ടാകുവാൻ പോകുന്ന എല്ലാ തലമുറകൾക്കും വേണ്ടിയുള്ള ഉടമ്പടിയാണ്. അവിടെ ഷേമിയർ ഇസ്രായേലിയരാണ്. ഷേമിന്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടിയുള്ള ഒരു ഉടമ്പടിയല്ല, മറിച്ച് യാഫത്തിന്റെയും ഹാമിന്റെയും സന്തതി പരമ്പരകൾക്ക് വേണ്ടിയും കൂടിയുള്ള ഉടമ്പടിയായി നമുക്ക് ഈ നോവാസ് കവനന്റിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദ വേർഡ് സൺസ്, നിന്റെ മക്കൾക്ക്, നിന്റെ സന്തതികളോട് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണാം. ഇറ്റ് യൂസ്ഡ് 3 times in the plural form. അത് ബഹുവചന രൂപത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Because of this covenant of God with Noah and his sons, definitely it concerns all nations. അബ്രഹാമിന്റെ വിളിയോടുള്ള അടുത്തു വരുന്ന സമയത്ത് നമുക്ക് ധാരാളം ഒരു 70-ലധികം പീപ്പിൾ ഗ്രൂപ്പ്സിനെ, നേഷൻസിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ ആ എല്ലാ നേഷൻസിനും ബാധിക്കുന്നതാണ് ഈ കവനന്റ് എന്ന് കാണുന്നത്. പ്രോട്ടോ ഇവാഞ്ചലിയോ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. നോഹയുടെ കവനന്റ് എന്ന് നോഹയുമായിട്ടുള്ള കവനന്റ് എന്ന് പറയുന്നതും യൂണിവേഴ്സൽ ആണ്. സോ നെക്സ്റ്റ് തിങ് ഈസ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് പിന്നീടുള്ള പ്രധാനപ്പെട്ട ആശയം നമുക്ക് കാണുവാൻ. അവിടെ റെവലേഷണൽ റിലീജിയൻ ആൻഡ് എത്തിക്കൽ റിലീജിയൻ, എത്തിക്കൽ റിലീജിയൻ ആയിട്ട് നമുക്ക് ഇസ്രായേലിനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വെളിപ്പാടുകൾ സ്വീകരിക്കുന്ന ഒരു ജനം, അതുപോലെ തന്നെ ദൈവത്തിന്റെ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനം. ഈ 2 ഫേസാണ്
ഇസ്രായേൽ ജനതയുടെ ഉത്ഭവത്തോടു കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആ ഒരു കാലഘട്ടത്തോടു കൂടി ധാരാളം റിലീജിയൻസ് ഉണ്ടായിരുന്നു, ധാരാളം റിലീജിയസ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, ബിലീഫ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഹോളി നേഷനായിട്ട് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ റെവലേഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം തൻ്റെ വെളിപ്പാടുകൾ ഇസ്രായേലിന് കൊടുക്കുന്നു. ദൈവം തൻ്റെ ദർശനങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ ഇസ്രായേലിന് കൊടുക്കുകയാണ്. ഇസ്രായേലിലൂടെയാണ് പിന്നീട് ദൈവം മറ്റ് ജാതികളെ ഉൾക്കൊള്ളുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അബ്രഹാമിന്റെ വിളിയിൽ നമുക്ക് കാണുവാൻ കഴിയും, എല്ലാ നേഷൻസും അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന് സന്തതി മാത്രമല്ല, എല്ലാ നേഷൻസ് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സോ ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. പ്രോട്ടോ ഇവാഞ്ചലിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോഹയുടെ കവനന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ നേഷൻ ഓഫ് ഇസ്രായേൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ യൂണിവേഴ്സൽ സാൽവേഷനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ in the 12th chapter of book of Genesis we see ഒരു എക്സ്ക്ലൂസീവിസം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ്? അവിടെ God told Abraham to leave his family and all that was sacred to him and go to the land which he has to show him. ദൈവം കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് അബ്രഹാം അന്ന് വരെ വിശ്വസിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് അബ്രഹാം യാത്ര ചെയ്യണം, അബ്രഹാം വിട്ടു പോകണം. അത് യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവാണ്, അപ്പോൾ തന്നെ യൂണിവേഴ്സലുമാണ്. അബ്രഹാമിനെയാണ് ദൈവം വിളിക്കുന്നതെങ്കിലും അബ്രഹാമിന്റെ വിളിയിൽ ഒരു യൂണിവേഴ്സൽ പർപ്പസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹാമിന്റെ വിളിക്ക് മുമ്പ് നമുക്ക് ധാരാളം നേഷൻസ്, ജനവിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സംസ്കാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബിഫോർ Abraham's call we find the list of the 70 nations in Genesis chapter 10. So when you get time you can read through Genesis chapter 10. അവിടെ ഓൾമോസ്റ്റ് 70 നേഷൻസ് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ഉത്ഭവിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അതിനു മുമ്പുള്ള പ്രിമിറ്റീവ് റിലീജിയൻസ്, പ്രിമിറ്റീവ് പീപ്പിൾ ഗ്രൂപ്പ്സ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഇസ്രായേൽ വാസ് നോട്ട് ഫണ്ടമെന്റലി ഡിഫറെന്റ് ഫ്രം ദം ഇൻ ഒറിജിൻ. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ആ ഒരു സമൂഹവും യഥാർത്ഥത്തിൽ അവരിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉള്ള ഒരു സമൂഹമായിരുന്നില്ല. അവര് മിഥോളജിക്കലായിട്ടുള്ള സ്റ്റോറീസ് ഉള്ളവരായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉള്ളവരായിരുന്നു, വ്യത്യസ്ത തിയോളജിക്കൽ വ്യൂസ് ഉള്ളവരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ജനവിഭാഗമായിരുന്നു. എന്നാൽ ദൈവം ആ ഒരു സാഹചര്യത്തിലാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അബ്രഹാമിനെ വിളിക്കുന്നതിലൂടെ ദൈവത്തിന് സകല ജനങ്ങളെയും അനുഗ്രഹിക്കണം. ഇൻ യു ഷാൽ ഓൾ ദ നേഷൻസ് ഓഫ് ദി വേൾഡ് വിൽ ബി ബ്ലസ്ഡ്. ഓൾ ദ നേഷൻസ് വിൽ ബി ബ്ലസ്ഡ്. അപ്പൊ എല്ലാ ജനങ്ങളും ജനവിഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതിനു വേണ്ടിയാണ് അബ്രഹാമിന്റെ വിളിയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഒരു ലക്ഷ്യം
പിന്നീട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അബ്രഹാമിനെ വിളിക്കുന്നതിലൂടെ ആരംഭിച്ച ദൈവത്തിന്റെ മിഷൻ എന്താണ്? ബ്ലെസ്സിങ് ഓഫ് ഓൾ ദ നേഷൻസ്, എല്ലാ ജനവിഭാഗങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു? ഇസാക്കിന്റെ വിളിയിലൂടെ, അതുപോലെ യാക്കോബിന്റെ വിളിയിലൂടെ. അപ്പൊ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും എല്ലാം വിളിയിലൂടെ ദൈവം അതിനെ പ്രോസസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെ ആ ഒരു ജനതയെ വീണ്ടെടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം പഴയ നിയമ മിഷനിൽ അബ്രഹാമിന്റെ വിളി വളരെ പ്രധാനമാണ്. അവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് ടു ബ്ലസ് ഓൾ ദി നേഷൻസ് ത്രൂ ഹിം. അവൻ മുഖാന്തരം സകല ജാതികളും, സകല ജനവിഭാഗങ്ങളും, സകല നേഷൻസും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതായിരുന്നു. ദൈവം അവർക്കൊരു, ആ ജനതയ്ക്കൊരു പ്രമാണം കൊടുക്കുന്നു, ദ ബുക്ക് ഓഫ് കവനന്റ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ബുക്ക് ഓഫ് കവനന്റ് ദൈവത്തിന്റെ ഒരു ധാർമ്മികമായ പ്രമാണമാണ് ദൈവം അവരെ പരമേൽപ്പിക്കുന്നത്. മറ്റു ജനതകളെ പോലെ അവർക്ക് ജീവിക്കുവാൻ അവരെ അനുവദിക്കുന്നില്ല. അവർക്ക് ദൈവത്തിന്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് അവർക്ക് റിവീൽ ചെയ്യുകയാണ്. അതിനെ ഹോളിനെസ് കോഡ് എന്ന് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗമാണത്. അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച്, അവരുടെ റിലീജിയസ് ലൈഫിനെ കുറിച്ച്, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചെല്ലാം ഈ ഒരു ലോ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഓഫ് കവനന്റ് എന്ന് വിളിക്കാം. ബുക്ക് ഓഫ് കവനന്റ്, ബുക്ക് ഓഫ് ദി കവനന്റ്. അപ്പം ആവർത്തന പുസ്തകമാണ് ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. ദൈവം കൊടുക്കുന്ന പർട്ടിക്കുലർ പ്രമാണങ്ങളാണ്, നിയമങ്ങളാണ്, ലോസ്. അപ്പൊ അതിൽ ദ ബുക്ക് ഓഫ് കവനന്റ് എന്നതിനെ നമുക്ക് വിളിക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ. അപ്പൊ അവിടെ ദൈവത്തിന്റെ സ്നേഹത്തെയും കൃപയെയും പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിലൂടെ ദൈവം ആവശ്യപ്പെടുന്ന ഹിസ് റിക്വയർമെന്റ്സ് ഫോർ ദെയർ ലൈഫ്, അവരിൽ നിന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതും കൂടെയോ. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബുക്ക് ഓഫ് കവനന്റിലുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ഗ്രേസ്, സ്നേഹവും കൃപയും. അപ്പൊ ദൈവം അവിടെ എന്ത് ചെയ്യുന്നു? സ്നേഹമുള്ള ദൈവമായി അവർക്ക് വെളിപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുവാൻ അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. ഗോഡ്സ് ലവ് ഇൻ ആക്ഷൻ, അതാണ് യഥാർത്ഥത്തിൽ എന്ത് ഗ്രേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഹിസ് റിക്വയർമെന്റ്സ് ഫോർ ദെയർ ലൈഫ്. അത് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ്, നിയമാവലികളാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അവർ പാലിക്കേണ്ടതാണ്. When the people of Israel were wandering in the desert, they had experienced God's love and heard his voice. God and his people were together. മരുഭൂമി യാത്രയിൽ ഇസ്രായേലിന്റെ ആ യാത്രാവേളകളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവർക്ക് കഴിയും. അവർ അലഞ്ഞു നടക്കുന്നവരായിരുന്നപ്പോഴും മരുഭൂമിയിലായിരുന്നപ്പോഴും എല്ലാം ദൈവത്തിന്റെ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ പ്രൊവിഷൻസ് അനുഭവിപ്പാൻ അവർക്ക് കഴിയും. ദൈവത്തിന്റെ സ്നേഹം അനുഭവിപ്പാൻ അവർക്ക് കഴിയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ അവർക്ക് കഴിയും. സോ അങ്ങനെ ദൈവവും മനുഷ്യനും, അല്ലെങ്കിൽ ഇസ്രായേലും ദൈവവും ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. നാം പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സസ് 6 and 7. The Lord, a God compassionate and gracious, long suffering, ever faithful and true, remaining faithful to thousands, forgiving iniquity, rebellion and sin,
but without acquitting the guilty, one who punishes children and grandchildren to the third and fourth generation. അപ്പൊ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ, കരുണയെ, കരുതലിനെ അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട്. അവർ കനാനിലേക്ക് ചെല്ലുമ്പോഴും അങ്ങനെയാണ്. അവര് entering the promised land, കനാൻ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട അപകടങ്ങൾ, ഒരു അപകടവും ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ് അപകടം? കനാൻ വാസ് ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് വുഡ് ബി ഈസി ഫോർ ദി ഇസ്രായേലൈറ്റ്സ് ടു ഇമിറ്റേറ്റ് ദ ലൈഫ് ഓഫ് their Canaanite neighbors. കനാനിലേക്ക് ചെല്ലുമ്പോൾ കനാന്യരുടെ മതപരമായ പരിചയങ്ങളും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഇവരെ സ്വാധീനിക്കുകയും ഇവരത് ഇമിറ്റേറ്റ് ചെയ്യുവാനുമുള്ള സാധ്യത, അത് വലിയൊരു അപകടകരമായ കാര്യമാണ്. ദൈവം അതിനെ വാൺ ചെയ്തിരുന്നു. Canaan was dangerous because it would be easy for the Israelites to imitate their life, their neighbor's life. അത് അവരെ അനുവദിച്ചിരുന്നില്ല. When everybody is living in a certain way and boasting about it, it is difficult not to do the same. ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് പറയുന്നത് സാധ്യമല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതിന് അവരെ ദൈവം വാൺ ചെയ്തു. രണ്ടാമതായിട്ട് Canaan was a great opportunity to challenge the godless ideas and practice of their neighbors in the name of Yahweh. Canaan was a great opportunity to challenge the godless ideas and practices of their neighbors in the name of Yahweh. യഹോവയുടെ നാമത്തിൽ അവരുടെ നിരീശ്വരത്വം അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്ന സ്വഭാവത്തെയും ആശയത്തെയും ഒക്കെ യഹോവയുടെ നാമത്തിൽ ചലഞ്ച് ചെയ്യുവാൻ, ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരുന്നു അവരുടെ കനാനിൽ അവരെ കാത്തിരുന്നതെന്ന് കാണുവാൻ കഴിയും. So therefore the book of covenant or Deuteronomy contains the call to love of God. ദൈവസ്നേഹത്തിലേക്ക് ഉള്ള ഒരു ആഹ്വാനം നമുക്ക് ബുക്ക് ഓഫ് കവനന്റിൽ കാണുവാൻ കഴിയും. He is the one and only God, unique and different from all the false gods of Canaan. കനാനിലുള്ള എല്ലാ വ്യാജ ദൈവസങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവം ആരാണ്? He is the one and only God, unique and different from all the false gods. വ്യാജമായ എല്ലാ ദൈവസങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന സത്യദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് യാഹ്വേ എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്യൂട്രോണമി ബുക്ക് ഓഫ് കവനന്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് ദ കോൾ ടു ലോയൽറ്റി, ഒരു വിശ്വസ്തതയിലേക്കുള്ള വിളി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്താണ്? ഫേസ്ഡ് വിത്ത് ത്രെറ്റ് ഓഫ് ഐഡലട്രി ആൻഡ് ഇമ്മോറാലിറ്റി. കനാന്യരുടെയും മറ്റു ജാതികളുടെയും വിഗ്രഹാരാധനയും ദുർനടപ്പും അശുദ്ധ ജീവിതങ്ങളും എല്ലാം ഇസ്രായേലിന് ഒരു ചോദ്യചിഹ്നമായിരുന്നു. അവര് ദൈവത്തോടുള്ള വിശ്വസ്തത പൂർണ്ണമായി പാലിക്കുവാൻ വേണ്ടി ദൈവം ഒരു വിശ്വസ്തതയിലേക്ക് അവരെ വിളിക്കുന്നതായി നമുക്ക് കാണാം. Israel understood the call to loyalty as a call to fight against their pagan neighbors. വിജാതീയരുടെ പരിചയങ്ങളിൽ നിന്നും അവരുടെ മതസങ്കല്പങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ഒരു വിശ്വസ്തതയുടെ വിളിയായിരുന്നു അവർക്ക് ദൈവം കൊടുത്തിരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ദൈവം കൊടുത്ത നിയമങ്ങൾ, പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത നിയമങ്ങൾ. അതിനകത്ത് ഗ്രേസ് ഈസ് ദെയർ ആൻഡ് ലോ ഈസ് ദെയർ.
അവിടെ കൃപയും ഉണ്ടായിരുന്നു, നിയമവും ഉണ്ടായിരുന്നു. ഒരു സ്നേഹത്തിന്റെ തലത്തിലേക്കുള്ള ഒരു വിളി അവിടെ ഉണ്ടായിരുന്നു, വിശ്വസ്തതയിലേക്കുള്ള ഒരു വിളിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ദൈവം ഇസ്രായേലിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്ക് തൻ്റെ പർപ്പസിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി എങ്ങനെയാണ് ദൈവം അവരെ ഒരുക്കിയെടുത്തതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ദ കോൾ ഓഫ് അബ്രഹാം ആണ്. രണ്ടാമത്തെ കാര്യം ദ കവനന്റ് പീപ്പിൾ, ദ ബുക്ക് ഓഫ് കവനന്റ്. ആ കവനന്റിലൂടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം ദ ഡ്രാമാറ്റിക് ടെയിൽ ഓഫ് ദ ബുക്ക് ഓഫ് ജോന. യോനയുടെ പുസ്തകത്തിൽ കാണുന്ന, പ്രവാചക പുസ്തകങ്ങളിൽ ഒന്നായ യോനയുടെ പുസ്തകത്തിൽ കാണുന്ന ഒരു മിഷണറി ദർശനമാണ്. പഴയ നിയമ കാര്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യോനയുടെ പുസ്തകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്തുവായിരുന്നു? യോനയുടെ പുസ്തകത്തിൽ കാണുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യം, യോനയെ ദൈവം വിളിക്കുന്നു, യോനയോട് നിനാവേയിലോട്ട് പോകുവാനായിട്ട് പറയുന്നു. അവിടെ ഒരു മിഷണറി ജേണിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം അവനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് അവരെ എൻ്റെ ദൂത് അറിയിക്കണം, എൻ്റെ സന്ദേശം അറിയിക്കണം. അതായിരുന്നു നോഹയുടെ കമ്മീഷനിങ്. പക്ഷേ യോന എന്ത് ചെയ്തു? In order to avoid God's call, Jonah journeyed in the opposite direction until the storm stopped him completely. യോന ദൈവത്തിന്റെ വിളിയിലേക്ക് ഓപ്പോസിറ്റ് ആയിട്ട് യാത്ര ചെയ്യുക. യോനയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് പാഗൻ നേഷനിലേക്ക് ചെന്ന് ദൈവത്തെ വെളിപ്പെടുത്തുക, ദൈവത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അവൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ അവിടെ ആ ഒരു സ്റ്റോറിയിൽ അവനെ വീണ്ടും ദൈവം എന്ത് ചെയ്യുന്നു? നിനാവേയിലേക്ക് തന്നെ കൊണ്ടുവരികയും ദൈവം അവനോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം സംസാരിക്കുന്നു. ഐ നോ ദാറ്റ് യു ആർ ഗ്രേഷ്യസ് ആൻഡ് കമ്പാഷനേറ്റ് ഗോഡ്. യോന പറയുക, നീയെ കരുണയുള്ളവനും മഹാദയുള്ളവനുമാണെന്ന് എനിക്കറിയാം. ലോങ് സഫറിംഗ് ആണ്, നീ ദീർഘക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് ഓൾവേസ് റെഡി ടു റിലന്റ് ആൻഡ് നോട്ട് ടു ഇൻഫ്ലിക്റ്റ് പണിഷ്മെന്റ്. ഞാൻ അവരെ ശിക്ഷിക്കുമെന്ന് ഞാൻ പ്രസംഗിക്കും, പക്ഷെങ്കിൽ നീയെ കരുണയുള്ളവനാകിയാൽ അവരെ ശിക്ഷിക്കാതെ വിടും. അത് എനിക്കൊട്ടും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. നീ അവരെ ശിക്ഷിക്കാതെ വിടുന്ന ദൈവമാണ്. ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രസംഗിക്കും, പക്ഷെ നീ ശിക്ഷിക്കാതെ വിടുന്ന കരുണയുള്ളവനായ ദൈവമാണ്. അതുകൊണ്ട് നീ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു യോനയെ നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ, ആ ഒരു സംഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ യോനയുടെ ആ ഒരു സംഭവത്തിൽ നമ്മൾ പഠിക്കുന്നത്, യോനയോട് ദൈവം പറയുന്നത്, എനിക്ക് ഈ ജനത്തോട് കരുണ തോന്നുന്നതിൽ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? അപ്പൊ ദൈവം ഇസ്രായേലിന് വെളിയിലുള്ള സമൂഹത്തോട് കൺസേൺ ഉണ്ടായിരുന്നു, അവരെ രക്ഷിക്കുവാൻ ദൈവം സന്നദ്ധനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇവിടുത്തെ ഒരു മിഷണറി തിങ്കിങ് എന്ന് പറയുന്നത്, ദൈവം മറ്റുള്ള ജനതകളെയും രക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവമാണ് എന്നാണ്. അപ്പം ഈ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് പഴയ നിയമത്തിന്റെ മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത് ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു പ്രോസസ്സിൽ അവരും കൂടെ ഇൻവോൾവ് ആയി, അവരിലൂടെ മെശിഹ വരണം എന്നുള്ള ഒരു ദർശനം ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ഇവിടെ എല്ലാം നാം കാണുന്നത് there is a universal salvation എന്നുള്ള ആശയം, ഒരു സാർവത്രികമായ രക്ഷാ പദ്ധതിയുടെ ദർശനമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് മിഷനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ദൈവം മശിഹായെ വാഗ്ദാനം ചെയ്യുന്നു. ആ മശിഹായെ പ്രദാനം ചെയ്യുവാൻ ഒരു ജനതയെ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് ദൈവം ഒരു നിയമം കൊടുക്കുന്നു. അവരിലൂടെ സകല സമൂഹത്തെയും രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ
പദ്ധതി ദൈവം ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ. ഓക്കെ, അത് മനസ്സിലായല്ലോ. So we will take a 5 minutes break, then we will come back. We will take 5 minutes break and come back.
Are you there? Shall we continue? Yes, Pastor. Okay. Okay, thank you. Now we can look into missionary theology in the New Testament. Missions in the New Testament. Mission in the Old Testament is very difficult to understand. Even though God's purpose was to bless all the nations, but Israelites never realized that. They thought the salvation is for Israelites only. That's why they called God God of Israel. ഇസ്രായേലിന്റെ ദൈവം എന്നാണ് ദൈവത്തെ അവർ വിളിച്ചത്. ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ്, മറ്റുള്ളവരുടെ ദൈവമല്ല. ദൈവത്തിന്റെ മിഷൻ പർപ്പസ് പലപ്പോഴും പഴയ നിയമ ജനതയ്ക്ക്, ഓൾഡ് ടെസ്റ്റ്മെന്റ് പീപ്പിളിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ റെവലേഷൻ അവിടെ ഉണ്ടെങ്കിലും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല, ഇസ്രായേലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രാരംഭമായിട്ട് ഞാൻ പറയാം. അത് നമ്മൾ പിന്നീടുള്ള പുതിയ നിയമ ചിന്തകളിലും പഴയ നിയമത്തിന്റെ ചിന്തകളിലും നമുക്ക് വളരെ പ്രധാനമാണ്. സുവിശേഷം അറിയിക്കുക, പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ നേഷൻസ്. അതായിരുന്നു യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച മിഷണറി ദൗത്യം. ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ ടു ഓൾ ദി നേഷൻസ് ആൻഡ് മേക്ക് ദം ഡിസൈപ്പിൾസ്. അതായിരുന്നു കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യം. കർത്താവ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചത് എന്തായിരുന്നു? റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദി ഗോസ്പൽ. ബിക്കോസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് യു ഹാവ് ടു ബി ട്രാൻസ്ഫോംഡ്. നിങ്ങൾ രൂപാന്തരപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ള സന്ദേശമായിരുന്നു. പഴയ നിയമത്തിൽ നാം കാണുന്നത് ദ സാൽവേഷൻ ഓഫ് ഗോഡ്, ദൈവം രക്ഷിക്കുന്നു എന്നുള്ള സാർവത്രികമായ സന്ദേശം. രക്ഷകനായ ദൈവം, രക്ഷിക്കുന്നവനായ ദൈവം. അത് പ്രോട്ടോ ഇവാഞ്ചലിയോന്റെ ഡെവലപ്മെന്റായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വിളിയിലൂടെ ദൈവം എല്ലാ ജനങ്ങളെയും രക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനുമുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ പദ്ധതി ദൈവം ഒരുക്കിയിരുന്നു. അതിന്റെ വാഗ്ദാനം ദൈവം നൽകിയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മിഷൻ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ യേശു പ്രാധാന്യം കൊടുത്തത് മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ. അവൻ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം, മാനസാന്തരപ്പെടണം എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ യേശു ഈ ഒരു മെസ്സേജ് അവർക്ക് കൊടുത്തപ്പോൾ, പ്രത്യേകിച്ചും ഇവാഞ്ചലിസത്തിന്റെ, വേൾഡ് ഇവാഞ്ചലിസത്തിന്റെ, ഔട്ട്റീച്ച് ദ വേൾഡ് എന്നുള്ള ആ ഒരു ആശയം ദൈവം കൊടുക്കുമ്പോൾ അവർക്ക്, ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുവാൻ കഴിയാതെ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരിൽ രൂഢമൂലമായിരുന്ന ജൂവിഷ് തോട്ടാണ്. യഹൂദന്മാരുടെ ചിന്ത അനുസരിച്ച് ഇസ്രായേൽ ജനം ചിന്തിച്ചത് മറ്റെല്ലാ സമൂഹങ്ങളും
മറ്റെല്ലാ സമൂഹങ്ങളും they have to come to Zion. എല്ലാ ജാതികളും സിയോനിലേക്ക് ഒഴുകി വരണം. അങ്ങനെ ഒരു വചനമൊക്കെയുണ്ട്. സിയോനിലേക്ക് അവര് ഒഴുകി വരണം. സിയോനിലേക്ക് എല്ലാവരും എത്തണം. യെരുശലേമിലേക്ക് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ we will not go to the nations, but all the nations should come to the Jerusalem. യഹോവയെ അന്വേഷിക്കുന്ന ജാതികൾ യഹോവയിങ്കിലേക്ക് വരണം. യഹോവയുടെ സന്ദേശവുമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷവുമായി ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ജാതികളിലേക്ക് പോകത്തില്ല. ഈ ഒരു കാര്യമായിരുന്നു പഴയ നിയമത്തിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജനമെല്ലാം യഹോവയെ അന്വേഷിച്ച് വരണം എന്നുള്ള ഒരു പോളിസി ആയിരുന്നു അവർക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു പോളിസി യെരുശലേം ദേവാലയത്തിൽ നമുക്ക് കാണുവാൻ. യെരുശലേം ദേവാലയത്തിൽ ധാരാളം ആളുകൾ, വിജാതീയരായ ആളുകൾ, യഹോവയെ വിശ്വസിക്കുന്ന ആളുകൾ ആരാധനയ്ക്ക് വേണ്ടി വരും. അവർ വന്നാൽ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഔട്ടർ കോർട്ട് ഉണ്ട്. ആ പ്രാകാരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ അവർക്ക് നിൽക്കുവാൻ കഴിയുമായിരുന്നു. അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സെപ്പറേഷനെയാണ് ഇടിച്ചു കളഞ്ഞു, ഡിസ്ട്രോയ് ചെയ്തു എന്ന് പൗലോസ് പറയുന്നു. ആ സെപ്പറേഷന്റെ വാൾ ഇടിച്ചു കളഞ്ഞു എന്ന് നമുക്ക് പൗലോസിന്റെ ചിന്തയിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ജനമെല്ലാം ഇങ്ങോട്ട് വരണം, എല്ലാവരും യെരുശലേമിലേക്ക് വരണം, എല്ലാവരും യഹോവയെ അന്വേഷിച്ചു വരണം, ആവശ്യമുള്ളവർ യഹോവയെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് വരണം എന്നുള്ള ആ ഒരു ചിന്താഗതിയെയാണ് സെൻട്രിപ്പെറ്റൽ എന്ന് പറയുന്നത്. എന്താണ് സെൻട്രിപ്പെറ്റൽ? അപ്പൊ സെൻട്രിപ്പെറ്റൽ പോളിസി ആയിരുന്നു യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ മിഷനെ കുറിച്ച് ദൈവം അവരെ പഠിപ്പിച്ചെങ്കിലും അവരെങ്ങനെയുള്ളവരായി? സെൻട്രിപ്പെറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരിലേക്ക് വരിക, എല്ലാവരും അങ്ങോട്ട് വരിക എന്നുള്ള ആശയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ജനങ്ങളോട് കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. യു ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങൾ ജനസമൂഹങ്ങളിലേക്ക്, നേഷൻസിലേക്ക്, കൾച്ചറുകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. നിങ്ങൾ അങ്ങനെ പോയി അവരോട് സുവിശേഷം അങ്ങോട്ട് സംസാരിക്കണം. അതിനെ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ. ആദ്യത്തേത് എന്തായിരുന്നു? സെൻട്രിപ്പെറ്റൽ. സെൻട്രിപ്പെറ്റൽ എന്ന് പറയുന്നത് CENTRIPETAL. സെൻട്രിപ്പെറ്റൽ എന്നുള്ള പോളിസി ജനമെല്ലാം ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ആശയമാണ്. സകല ജാതികളും യഹോവയെ അന്വേഷിച്ച് വരട്ടെ, സകല ജാതികളും സിയോനിലേക്ക് ഒഴുകി വരട്ടെ, അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇവർ ഒരിക്കലും വിജാതീയരുടെ അടുക്കലേക്ക് അവർ പോകുവാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷെ വാഗ്ദത്തം എന്താണ്? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം സകല ജാതികളെയും അനുഗ്രഹിക്കുവാനുള്ള വാഗ്ദത്തം. അത് ഇവരിലൂടെ സാധ്യമാകണമെന്നായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെങ്കിൽ അവരതിന് തയ്യാറായിരുന്നു. യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് ഇറങ്ങി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, എല്ലാ ജാതികളിലേക്കും നിങ്ങൾ പോകണം. അപ്പം അവിടെ നമുക്കറിയാം, ഈവൻ ശമരിയ പട്ടണത്തിൽ കൂടെ പോലും ഇവർ പോകത്തില്ലായിരുന്നു. ശമരിയയിൽ കൂടെ പോലും ഇവർക്ക് പോകുവാൻ മടിയുള്ള ഒരു കാലഘട്ടം. ആ ഒരു പശ്ചാത്തലം അങ്ങനെയായിരുന്നു. അവർക്ക് പോകുവാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കമ്മീഷനിങ് കാണാൻ കഴിയും. ഒരു മിഷണറി കമ്മീഷനിങ് കാണുവാൻ കഴിയും. എന്താണ് പറയുന്നത്? അവിടെ പറയുന്നത്, he said to them, it is not 8-ാമത്തെ വാക്യം, but you will receive power when the Holy Spirit comes on you. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യും? You will be my witnesses in Jerusalem. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യം, അവർ ജെറുസലേമിൽ എൻ്റെ സാക്ഷികളാകും. ആൻഡ് ഇൻ ഓൾ ജൂദിയ, യഹൂദിയയിൽ എല്ലായിടത്തും എൻ്റെ സാക്ഷികളാകണം.
അപ്പോൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ട് അവരെന്ത് ചെയ്യണം? കർത്താവിന്റെ സാക്ഷികളാകണം. എവിടെയൊക്കെ സാക്ഷികളാകണം? യെരുശലേമിൽ സാക്ഷികളാകണം. യഹൂദനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. They can witness Christ in Jerusalem. They are willing to do that. And all in Judea. ജൂദിയയിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, യു ഹാവ് ടു ഗോ ടു സമരിയ. അത് യഹൂദനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടാണ്. They will never enter into the villages of Samaria. ഒരു യഹൂദൻ ഒരിക്കലും ശമരിയയിലെ പട്ടണങ്ങളിലേക്ക് സഞ്ചരിക്കാറില്ല. അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു അനുഭവം, അൺടച്ചബിൾ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അനുഭവം. They thought that they are sinners. അവരെ സത്യദൈവത്തെ ആരാധിക്കാത്ത പാപികളാണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് അവർ അവിടെ പോവുക എന്ന് കർത്താവ് വളരെ കർശനമായിട്ട് സ്പെസിഫിക് ആയിട്ട് അവരോട് പറഞ്ഞു, യു ഹാവ് ടു ഗോ ടു സമരിയ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. അവിടെ കൊണ്ട് കർത്താവ് നിർത്തിയില്ല. കർത്താവ് പറഞ്ഞു, ആൻഡ് ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. ആ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. എല്ലാ ജനസമൂഹങ്ങളിലേക്കും നിങ്ങൾ എന്റെ സാക്ഷികളായി പോകണം എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അതിനെയാണ് നമ്മൾ സെൻട്രിഫിഗൽ, CENTRIFUGAL സെൻട്രിഫിഗൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പോളിസി, മിഷൻ പോളിസിയാണ്. അപ്പൊ കർത്താവ് ആ ഒരു കാര്യമാണ് അവരെ പഠിപ്പിച്ചത്, അവരോട് പറഞ്ഞത്. അപ്പൊ പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ ചിന്താഗതിയെ, ദൈവത്തിന്റെ പർപ്പസിനെയല്ല, മറിച്ച് അവരുടെ ചിന്താഗതിയെ കർത്താവ് എന്ത് ചെയ്തു? ടോട്ടലി അപ്സൈഡ് ഡൗൺ ആക്കി. അവർ ചിന്തിച്ചിരുന്നത് ദൈവം അവരുടേതാണ്, ഗോഡ് ഓഫ് ഇസ്രായേലാണ്, സാൽവേഷൻ അവർക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ ദൈവം ആ ഒരു ചിന്താഗതിയെ, കർത്താവ് അത് മാറ്റി എഴുതി. അതുപോലെ തന്നെ അവര് ചിന്തിച്ചിരുന്നത് എല്ലാ ജനങ്ങളും യഹോവയിലേക്ക് വരട്ടെ, യെരുശലേമിലേക്ക് വരട്ടെ. നമുക്കറിയാം അങ്ങനെ വന്നിട്ടുള്ള ധാരാളം ആളുണ്ട്. ഇപ്പൊ കൊർന്നല്യോസിനെ നമുക്കറിയാം, സെഞ്ചൂരിയനെ നമുക്കറിയാം. അപ്പൊ ഇതുപോലെയുള്ള ധാരാളം ആളുകൾ ഉണ്ട്. യഹോവയെ അന്വേഷിച്ച് വന്ന ജാതികളായിട്ടുള്ള ആളുകൾ ധാരാളം വന്നിട്ടുണ്ടായിരുന്നവരെ പ്രോസലൈറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രോസലൈറ്റ്സ്. അപ്പം ആ ഒരു ആളുകൾ ദൈവത്തിങ്കിലേക്ക് വന്നു എന്നുള്ളത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ യഹൂദ മതം സ്വീകരിക്കുകയും അവർക്ക് ബാപ്റ്റിസം കൊടുക്കുമായിരുന്നു. They have to be baptized by the rabbis of Judaism. ജുദായിസത്തിലെ റബ്ബിമാർ അവർക്ക് ബാപ്റ്റിസം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഈ പോസ്റ്റ് എക്സൈൽ പീരീഡിൽ, പ്രവാസാനന്തര കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകളോട്, ഇങ്ങോട്ട് വരട്ടെ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളോട് കർത്താവ് പറഞ്ഞു, ടു ഗോ ഇൻ ടു ഓൾ നേഷൻസ്. എല്ലാ ജാതികളിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം, അവരോട് സുവിശേഷം പറയണം, അവർക്ക് അവിടെ സാക്ഷികളാകണം എന്ന് കർത്താവ് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ ഓർത്തിരിക്കണം. സെൻട്രിപെറ്റൽ എന്ന് പറയുന്ന പദം അവരുടെ പോളിസിയിൽ എല്ലാ ജാതികളും അവരിലേക്ക് വരിക, അവരങ്ങോട്ട് പോവുകയല്ല. എന്നാൽ കർത്താവ് പഠിപ്പിച്ച കാര്യം സെൻട്രിഫിഗൽ ആയിരുന്നു. സെൻട്രിഫിഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുക, കർത്താവിനെ കൊടുക്കുവാൻ, കർത്താവിന്റെ വചനവുമായി എല്ലാ ജാതികളിലേക്കും പോവുക, എല്ലാ ബാരിയേഴ്സിനെയും മറികടന്ന് ചെല്ലുക എന്നുള്ളത്. അത് കാസ്റ്റ് ആയാലും, ക്രീഡ് ആയാലും, റിലീജിയൻ ആയാലും, കളർ ആയാലും, കൾച്ചർ ആയാലും, എല്ലാത്തിനെയും, എല്ലാ ബാരിയേഴ്സിനും അപ്പുറത്തായിട്ട് കർത്താവിന്റെ സുവിശേഷവുമായി, സാക്ഷ്യവുമായി പോകണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു കർത്താവിന്റെ കമ്മീഷനിങ്ങിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ നമുക്ക് ഗോസ്പൽസിലാണ് ആദ്യമായിട്ട് നമ്മൾ കർത്താവിന്റെ മിഷനെ കുറിച്ച് നമ്മൾ കാണുന്നത്. എല്ലാ ഗോസ്പൽസിലെയും മിഷനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാനുള്ള അവസരമില്ല. നമുക്ക് ഗോസ്പൽ ഓഫ് മാർക്കിലുള്ള ചില ചിന്തകൾ, മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന
ചില ചിന്തകൾ മാത്രം നമുക്ക് ഒന്ന് നോക്കാം. പിന്നീട് നമുക്ക് ബുക്ക് ഓഫ് ആക്ട്സിലാണ്, അതൊരു ഏർലി മിഷണറി റെക്കോർഡാണ്, മിഷണറി ആക്ടിവിറ്റീസിന്റെ ഒതന്റിക് ആയിട്ടുള്ള റെക്കോർഡാണ് നമുക്ക് ബുക്ക് ഓഫ് ആക്ട്സിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബുക്ക് ഓഫ് ആക്ഷൻ, ഗോസ്പൽ ഓഫ് ആക്ഷൻ എന്ന് വിളിക്കുന്ന ഒരു ഗോസ്പലാണ് ഗോസ്പൽ ഓഫ് മാർക്ക് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗോസ്പൽ ഓഫ് മാർക്കിനകത്തുള്ള ചില ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ജീസസ് ഹിംസെൽഫ് ഡിഡ് നോട്ട് ഹാവ് എ യൂണിവേഴ്സൽ മിഷൻ പ്രോഗ്രാം ബിക്കോസ് ഹി ലിമിറ്റഡ് ഹിസ് മിനിസ്ട്രി ടു ജൂസ്. അപ്പം ആരംഭ സമയത്ത് യേശുവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് തന്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. യേശുവിന്റെ മിഷൻ യഥാർത്ഥത്തിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു പ്രാരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ജീസസ് ഹിംസെൽഫ് ഡിഡ് നോട്ട് ഹാവ് എ യൂണിവേഴ്സൽ മിഷൻ പ്രോഗ്രാം ഇൻ ദ ബിഗിനിങ്. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള, യേശു ഇങ്ങനെ എല്ലാ ഇന്ത്യയിലോട്ടോ ആഫ്രിക്കയിലോട്ടോ അമേരിക്കയിലോട്ടോ ഒന്നും അങ്ങനെ ഒന്നും സഞ്ചരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലോട്ടൊന്നും അങ്ങനെ പോകുന്നതല്ല. യേശു യെരുശലേമിൽ, യഹൂദ്യയിൽ, ഗലീലയിൽ ഒക്കെയുള്ള മിനിസ്ട്രി ആയിരുന്നു യേശുവിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഹി ലിമിറ്റഡ് ഹിസ് മിനിസ്ട്രി ടു ദ ജൂസ്. അതുപോലെ തന്നെ യേശു ആദ്യമായിട്ട് ശിഷ്യന്മാരെ മിഷനുമായിട്ട് അയക്കുമ്പോൾ യേശു ചെയ്ത കാര്യം എന്ന് പറയുന്നത്, യേശു പറഞ്ഞു, നിങ്ങൾ എവിടേക്ക് പോകണം? നിങ്ങൾ ജൂവിഷിന്റെ അടുക്കലേക്ക് പോകണം. യു ഷുഡ് നോട്ട് ഗോ ടു ദി ജെന്റൈൽസ്. നിങ്ങൾ ജെന്റൈൽസിന്റെ അടുക്കലേക്ക് പോകരുത് എന്ന് കർത്താവ് അവരോട് പറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ അതിന്റെ പ്രാരംഭഘട്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Many of the disciples believed that the final age of salvation had dawned in the coming of Jesus Christ, and as the result of the nations would come to Zion. അപ്പം മീഖായുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. എല്ലാവരും ഹോവയെ അന്വേഷിച്ച് വരട്ടെ, മീഖ 4:1-2 ഒക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ആ ഒരു ചിന്താഗതിയും പ്രവചനവും അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവരൊരിക്കലും ഈ വിശ്വാസം കൊണ്ട് they did not make them go out in missions to the nations. അവരൊരിക്കലും മറ്റ് ജാതികളിലേക്ക് ദൗത്യവുമായി പ്രവർത്തനവുമായി കടന്നു പോകുവാൻ അവർ ആഗ്രഹിച്ചില്ല. അത് മാത്രമല്ല, മശിഹായുടെ വരവോടുകൂടി, സാൽവേഷന്റെ കാലഘട്ടം ആരംഭിക്കുന്നതോടുകൂടി ദ നേഷൻസ് വുഡ് കം ടു സയോൺ. എല്ലാ രാജ്യങ്ങളും യെരുശലേമിലേക്ക് വന്ന്, എല്ലാ ജനവിഭാഗങ്ങളും യെരുശലേമിലേക്ക് വന്ന് ദൈവത്തെ അന്വേഷിക്കും എന്നുള്ള ഒരു ചിന്താഗതിയും അവർക്കുണ്ടായിരുന്നു. However, the one feature of Jesus' ministry which made a great impression on the earth in the early church was his readiness to welcome outcasts and sinners. അപ്പം അന്നത്തെ യഹൂദ നേതാക്കന്മാർ, റിലീജിയസ് ലീഡേഴ്സ് കരുതിയിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഔട്ട്കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ they are designed for hell. Sinners, they will not have salvation anymore. അപ്പൊ അങ്ങനെ ഔട്ട്കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആളുകളെയും സിന്നേഴ്സിനെയും വെൽക്കം ചെയ്യുന്ന ഒരു നയമായിരുന്നു യേശു സ്വീകരിച്ചത്. ഇപ്പൊ ടാക്സ് കളക്ടേഴ്സ്, അവരെ ആരും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ യേശു അവരെ സ്നേഹിക്കുകയും യേശുവിന്റെ ഡിസൈപ്പിൾസിന്റെ സംഘത്തിലേക്ക് ഒരാളെ ചേർക്കുകയും ചെയ്തു. പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളുകൾ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും കല്ലെറിയുവാനായിട്ട് തുടങ്ങി. പക്ഷെ കർത്താവ് അവളോട് ക്ഷമിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള യേശുവിന്റെ ആ ഒരു സമീപനത്തിൽ നമ്മൾ
അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, മറിച്ച് യേശുവിന്റെ മിഷൻ എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു രീതി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. The religious leaders of his time condemned or excluded these people. Jesus affirmed and included them. റിലീജിയസ് ലീഡേഴ്സ് അകറ്റി നിർത്തിയ പാർശ്വവൽക്കരിക്കപ്പെട്ട പാപികളെന്ന് വിധിക്കപ്പെട്ട ആളുകളെ യേശു സ്നേഹിക്കുന്നു, യേശു അവരെ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. He crossed all the customary barriers and went out to the people. അതായിരുന്നു സെൻട്രിഫിഗൽ എന്ന് പറയുന്ന ആ ഒരു സമീപനം യേശു അവർക്ക് കാണിച്ചു കൊടുത്തു. സെൻട്രിഫിഗൽ എന്ന് പറയുന്ന ആ ഒരു സമീപനം കാണിച്ചു. സെൻട്രിപ്പെറ്റൽ എന്നുള്ള രീതി, ആ ഒരു രീതി പോലും അവർക്ക് താല്പര്യമില്ലായിരുന്നു. ജാതികളൊന്നും യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്നതിനൊന്നും അത്ര വലിയ സ്വാഗതം ചെയ്തില്ല യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ലീഡേഴ്സ്. പക്ഷേ സെൻട്രിഫിഗലായിട്ട് യേശു എന്ത് ചെയ്തു? യേശു എല്ലാ കസ്റ്റംസിനെയും എല്ലാ കൾച്ചേഴ്സിനെയും അവർക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളെയും ക്രോസ് ചെയ്തു, എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട്, എല്ലാ ബാരിയേഴ്സിനെയും ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ഹി വെന്റ് ഔട്ട് ടു ദ പീപ്പിൾ. മറ്റുള്ള ആളുകളെ രക്ഷിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും വേണ്ടി യേശു പോകുന്നതായിട്ട് കാണുവാനായിട്ട്. ഹി ക്രോസ് ദ വൈഡസ്റ്റ് ബാരിയർ ഓഫ് ഓൾ when he left his glory with the Father and became incarnate as a human being belonging to a particular place and time. എല്ലാ ബാരിയേഴ്സിനെയും മറികടന്നുകൊണ്ടാണ് നിത്യതയിൽ പിതാവിനോടൊപ്പം ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്ത് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. So Jesus is the first missionary from God, from heaven to earth. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒന്നാമത്തെ മിഷണറിയാണ്, ദൈവത്താൽ അയക്കപ്പെട്ട മിഷണറിയാണ് കർത്താവ് എന്ന് കാണുവാൻ. അതിനുവേണ്ടി കർത്താവ് തൻ്റെ സ്വർഗമഹിമകളെ വെടിഞ്ഞു. He left his glory with the Father. പിതാവിനോട് തേജസ്സിൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്ന അവസ്ഥ കർത്താവ് എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. അപ്പൊ നാം ഹോൾഡ് ചെയ്യുന്ന ചില ധാരണകൾ, ചില കൾച്ചർ, ചില ഗ്ലോറി, അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് ക്രോസ് കൾച്ചറലായിട്ട് ആളുകളെ റീച്ച് ചെയ്യുവാനായിട്ട് കഴിയും. കർത്താവ് അതിനൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. His disciples did not learn very quickly, but eventually they followed his example by crossing what was for them and widest barrier of all, that is barrier between the Jews and Gentiles. യഹൂദനും ജാതിയും എന്നുള്ള ഒരു വലിയ ബാരിയർ, അതിനെ മറികടക്കുവാൻ ആദ്യമൊന്നും ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്തേക്ക് വന്നപ്പോൾ അവരും അത് ലേൺ ചെയ്തു. അവര് ആ കാര്യത്തിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം പിന്നെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യം സ്ഥാപിക്കുന്ന ആ ഒരു ദൗത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ. അതിലൊരു 3-4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഗോഡ്സ് ആക്ഷൻ ഇൻ ഹിസ്റ്ററി വിച്ച് ബിഗാൻ ടു fulfill his promises, now in anticipation of the final triumph of his rule promised in Matthew chapter 13 verse 8. വരുവാനുള്ള ഒരു രാജ്യത്തെക്കുറിച്ചുള്ള, കർത്താവിന്റെ രാജ്യത്തെക്കുറിച്ച് ഉള്ള ഒരു പ്രോമിസിന്റെ ഫുൾഫിൽമെന്റ് ആയിട്ട് നമുക്ക് കർത്താവിന്റെ മിഷൻ മനസ്സിലാക്കുവാനായിട്ട്. ഗോഡ്സ് ആക്ഷൻ ഇൻ ഹിസ്റ്ററി, ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു. അവൻ അവിടുന്ന് പഴയ നിയമത്തിൽ ആരംഭിച്ചു വെച്ച ആ ഒരു മിഷന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ഈ സുവിശേഷത്തിന്റെ നരേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
രണ്ടാമത്തെ കാര്യം, ദ പ്രസൻസ് ഓഫ് ജീസസ് ദ കിങ് ഹിയർ ആൻഡ് നൗ വിച്ച് ബ്രോട്ട് പീപ്പിൾ ഇൻ ടു എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. രാജാവായിട്ടുള്ള ദൈവത്തിന്റെ, കർത്താവിന്റെ പ്രത്യക്ഷത, രാജകീയമായ പദവിയിലാണ് കർത്താവ്. രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ദ പ്രസൻസ് ഓഫ് ജീസസ് ദ കിങ് ഹിയർ ആൻഡ് നൗ വിച്ച് ബ്രോട്ട് പീപ്പിൾ ഇൻ ടു എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന ഒരു ശുശ്രൂഷയായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. God who loves them even though they do not deserve it. ആളുകൾക്ക് അത് അർഹിക്കുന്നില്ലായിരുന്നു എങ്കിൽ പോലും ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് സ്നേഹം പകർന്നു. ആ ഒരു കാഴ്ചയാണ്. മൂന്നാമതായിട്ട്, സെറ്റിംഗ് പീപ്പിൾ ഫ്രീ ഫ്രം സിൻ. കർത്താവിന്റെ മിഷനിലൂടെ സാധിച്ചെടുക്കുന്ന കാര്യമെന്ന് പറയുന്നത് സെറ്റിംഗ് പീപ്പിൾ ഫ്രീ ഫ്രം സിൻ, പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ഫ്രം ഡീമൻസ്, പൈശാചിക ശക്തിയിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ഫ്രം ഡിസീസ് ആൻഡ് ഇഗ്നറൻസ്, രോഗത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും അവരെ വിടുവിക്കുന്നു. ഫ്രം പോവർട്ടി ആൻഡ് ഓപ്പറേഷൻ, ദാരിദ്ര്യത്തിൽ നിന്നും പീഡനങ്ങളും ചൂഷണങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുന്നു. ആൻഡ് ഫ്രം റോങ് റിലേഷൻഷിപ്സ് ആൻഡ് ഡെത്ത് ആൻഡ് മേക്കിംഗ് ദം ഹോൾ. അപ്പം ഈ ഒരു സാൽവേഷൻ എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് ദം ഹോൾ, അവരെ ഒരു പൂർണ്ണതയിലേക്ക് നയിക്കുന്ന അനുഭവം. That's what the Bible means by the salvation, not just new ideas, but new freedoms and new happenings. ഇത് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഈ ഡെലിവറൻസസ്, അതായത് പാപത്തിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, രോഗത്തിൽ നിന്നും, അജ്ഞതയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, തെറ്റായ റിലേഷൻഷിപ്പിൽ നിന്നും, അവസാനം മരണത്തിൽ നിന്ന് പോലുമുള്ള വലിയ വീണ്ടെടുപ്പാണ്, രക്ഷയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പുതിയ ഒരു ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു യേശുവിൽ ആരംഭിച്ച ദൈവിക ദൗത്യം, ദൈവിക മിഷൻ എന്ന് മനസ്സിലാക്കും. അതുപോലെ യേശുവിന്റെ സുവിശേഷ പ്രവർത്തനത്തെ കാണുമ്പോൾ അടുത്ത നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ലവ് ഫോർ ഓൾ ഔട്ട്കാസ്റ്റ്. അതാണ് നമ്മൾ മുമ്പേ കണ്ട കാര്യം തന്നെ. അവഗണിക്കപ്പെട്ടവരെ, പുറന്തള്ളപ്പെട്ടവരെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. നമ്മുടെ മിഷൻസിലും നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകും. മദ്യപന്മാരെയും ദുർനടപ്പുകാരെയും അതുപോലെയുള്ള ആളുകളെ നമ്മൾ റീച്ച് ചെയ്യണം, അവരെ നമ്മൾ സ്നേഹിക്കണം. അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മിഷൻ അല്ല പുതിയ നിയമത്തിൽ. എല്ലാ ജനവിഭാഗങ്ങളെയും, എല്ലാ സ്വഭാവക്കാരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ പാപികളെന്ന് വിളിച്ച് മതനേതാക്കന്മാർ അകറ്റി നിർത്തിയവരെ കർത്താവ് സ്നേഹിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു. അത് അവർക്ക് താല്പര്യമില്ലായിരുന്നു. ജൂവിഷ് ലീഡേഴ്സ് ക്രിട്ടിസൈസ് ചെയ്തു കർത്താവ്. പക്ഷെ അവരിൽ കർത്താവ് കണ്ടത് എന്താണ്? കർത്താവ് കണ്ടത് ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കാഴ്ചയിലൂടെയാണ് കർത്താവ് കാണുന്നത്. അവരിലുള്ള മനുഷ്യനെയാണ് കർത്താവ് ദർശിക്കുന്നത്. അത് ലെപ്പറായാലും, പൂവറായിട്ടുള്ള ആളായാലും, ടാക്സ് കളക്ടർ ആയാലും, ജെന്റൈൽസ് ആയാലും, അവരെ എല്ലാം കർത്താവ് കാണുന്നത് വിലയേറിയ മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് ഒരു ആത്മാവിന്റെ വില വെളിലോകത്തേക്കാൾ വലുതാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മിഷൻ, ന്യൂ ടെസ്റ്റമെന്റ് മിഷനിൽ കർത്താവ് ശിഷ്യന്മാർക്കും പകർന്നു കൊടുക്കുന്നു. അഞ്ചാമതായി, അൺലിമിറ്റഡ് ഫോർഗീവ്നെസ് ആൻഡ് റെക്കൺസിലിയേഷൻ.
ബോത്ത് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ബിറ്റ്വീൻ ദം ആൻഡ് ഗോഡ്. മനുഷ്യർ തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്കൺസിലിയേഷൻ, നിരപ്പിന്റെ അനുഭവം. അൺലിമിറ്റഡ് ഫോർഗീവൻസ്, അതാണ് ദീർഘക്ഷമ. അത് ദൈവത്തിങ്കിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് ദീർഘക്ഷമ. ദൈവം നമ്മോട് ദീർഘമായി ക്ഷമിക്കുന്നു, അൺലിമിറ്റഡ് ഫോർഗീവ്നെസ്. അതുപോലെ തന്നെ ദൈവം നമ്മെ ദൈവവുമായി ഒരുമിപ്പിക്കുന്നു, നിരപ്പിക്കുന്നു, റിക്കൺസിലിയേഷൻ. ആ റിക്കൺസിലിയേഷനും ആ ഫോർഗീവ്നെസ്സും നമുക്ക് ആരോടും കൂടെ വേണം, നമ്മുടെ ഫെലോ വർക്കേഴ്സിനോട്, ഫെലോ ബ്രദേഴ്സിനോട്, നമ്മുടെ അയൽക്കാരും. ആ ഒരു സമീപനം ആവശ്യം. ആറാമത്തെ കാര്യം, റീഇന്റർപ്രറ്റിംഗ് ദ ലോ ഓഫ് മോസസ്. പുതിയ നിയമ മിഷനിൽ we can see the reinterpretation of the law of Moses. അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷനേക്കാളും കർത്താവ് പ്രാധാന്യം കൊടുത്തത് ലവ് ആൻഡ് കൈൻഡ്നസ്, സ്നേഹത്തിനും കാരുണ്യത്തിനുമാണ് യേശു പ്രാധാന്യം. അതുകൊണ്ട് കർത്താവ് മോശയുടെ ന്യായപ്രമാണം പഠിപ്പിക്കുമ്പോൾ, അതിനെ ബേസ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, മോസസ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മോസസ് കമാൻഡഡ് ദിസ്, ബട്ട് ആസ് ഫോർ മീ ഐ കമാൻഡ് യു. ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് he reinterpreted the law of Moses. He included the aspect of kind and love in it. So he taught that it is important to observe the love and kindness than keeping the rules. Rules important ആണ്, പക്ഷെങ്കിൽ റൂൾസ് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ നിയമ വശങ്ങളെ, ന്യായപ്രമാണത്തിന്റെ വശങ്ങളെ സ്നേഹത്തിന്റെ ഭാഷയിൽ പുനർവ്യാഖ്യാനം ചെയ്യുവാൻ കർത്താവ് ശ്രമിച്ചു. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ദ ഗാദറിംഗ് ഓഫ് ദി 12, the calling of the 12 disciples, 12 apostles. 12 പേരെ കർത്താവ് തിരഞ്ഞെടുത്തുകൊണ്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. 12 എന്ന് പറയുന്നത് ഒരു സിംബോളിക് നമ്പറാണ്. അത് ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ കാണിക്കുന്ന ഒരു നമ്പറാണ്. അത് ഇസ്രായേലിലുള്ള എല്ലാവർക്കും അറിയാം. കോണ്ടക്സ്റ്റലായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്കറിയാം. 12 ശിഷ്യന്മാരുണ്ട് എന്ന് പറയുമ്പോൾ 12 റെപ്രസെന്റ് ചെയ്യുന്നത് സിംബോളിക് ആയിട്ട് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയാണ്. പക്ഷെ ഇപ്പോൾ 12 ഗോത്രങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിൽ ഇല്ല, അവിടെ ഇല്ല. 2 ഗോത്രങ്ങൾ മാത്രമാണ് യെരുശലേമിലും യഹൂദയിലും ഗലീലയിലും ഒക്കെ ആയിട്ടുള്ള ആ 2 ഗോത്രങ്ങൾ മാത്രമേ ഉള്ളൂ. 10 ഗോത്രങ്ങൾ അന്യപ്പെട്ടു പോയി. They separated from God and his laws. നിയമത്തിൽ നിന്നും അവർ അന്യപ്പെട്ടു പോയി. They were considered as lost tribes. കാണാതെ പോയ ആടുകളായിട്ട്, നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷെ കർത്താവ് അവർ നഷ്ടപ്പെട്ടു പോയവരായി കണ്ടുകൊണ്ടല്ല, മറിച്ച് തന്റെ മിഷനിൽ 12 ഗോത്രങ്ങളും ഉൾപ്പെടുന്ന, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന 12 എന്നുള്ള സംഖ്യയിൽ നിന്നുകൊണ്ട് താൻ എന്ത് ചെയ്യുന്നു? 12 ശിഷ്യന്മാരെ, 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അപ്പൊ കർത്താവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, യഹൂദ ജനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്മോൾ
റെമനന്റ് സിയോനിൽ കാണും, അവരെയാണ് രക്ഷിക്കുന്നത്. അത് 2 ഗോത്രമായാൽ അത് മതി. പക്ഷെ കർത്താവ് പറയുന്നത് ആ റെമനന്റിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദ ഹോൾ പീപ്പിൾ, റെസ്റ്റോറിങ് ദ ഹോൾ പീപ്പിൾ വിത്ത് ഗോഡ്. എല്ലാ ആളുകളെയും ദൈവവുമായി നിരപ്പിക്കുന്ന ശുശ്രൂഷയായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് മിഷൻസിനെ വീക്ഷിക്കുമ്പോൾ അതൊരു പ്രാരംഭത്തിൽ അതൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നെങ്കിലും ഒരു യൂണിവേഴ്സൽ മിഷനാണ്, യൂണിവേഴ്സൽ വിഷനാണ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, യു ഗോ ഇൻ ടു ദ നേഷൻസ്, ഗോ ഇൻ ടു ദ നേഷൻസ് ആൻഡ് preach the gospel, make them disciples. അതായിരുന്നു കർത്താവ് കൊടുത്ത കാര്യം. സാൽവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ആ ദൈവത്തിന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉണ്ടായിരുന്ന മിഷൻ പർപ്പസിനെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരു വലിയ മൂവാണ് നമുക്ക് ജീസസ് മിഷനിൽ കാണാൻ കഴിയും. സോ ഇതിന്റെ ബാക്കിയുള്ള കുറെ ഭാഗങ്ങൾ നമുക്ക് അടുത്ത മറ്റ് ചില പെർസ്പെക്റ്റീവ്സ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സും കൂടെ ഒരു പക്ഷെങ്കിൽ ഈ സെമസ്റ്റർ കാണുകയുള്ളൂ. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ മിഷൻ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ നോട്ട് ചെയ്യാൻ അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പോർഷൻസ്, പ്രത്യേകിച്ച് സ്റ്റോട്ടിന്റെ, ജോൺ സ്റ്റോട്ടിന്റെ ഒരു തോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഭാഗം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.